പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കെം ടോക്കിൻ്റെ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സം ബേസിക് കൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി എന്ന് പറയുന്ന ആദ്യ ചാപ്റ്ററിലെ 10 പോയിൻറ്റ്സ് ആണ്. തുടർന്നുള്ള ഈ ചാപ്റ്ററിലെ 4 പോയിൻറ്റ്സ് ആണ് ഇനി പറയാൻ പോകുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഒരു കാര്യം ആദ്യമേ പറയട്ടെ. നമ്മൾ ഈ ചാപ്റ്ററിലെ പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ ആ പോയിൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ഇമേജ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഇമേജിൽ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും സംശയം വരികയാണെങ്കിൽ അവിടെ പോസ് ചെയ്യുക, വീഡിയോ പോസ് ചെയ്തതിന് ശേഷം സ്ക്രീനിലേക്ക് നോക്കുക. ആ പറഞ്ഞ കാര്യം അവിടെ വ്യക്തമായി ഉണ്ടാകും, ചില പ്രോബ്ലംസൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കാരണം കൂടുതൽ ഡാറ്റ ചിലവാകണ്ട എന്നതുകൊണ്ട് ഞാൻ വളരെ സൈസ് കുറഞ്ഞ വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും സംശയം വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ആ സ്ക്രീനിലേക്ക് നോക്കിയാൽ പറയുന്ന കാര്യം വ്യക്തമായതിന് ശേഷം മുന്നോട്ട് കൊണ്ടുപോയാൽ മതി. ഓക്കെ, നമുക്കൊന്ന് തുടങ്ങാം അല്ലേ. അതിലാദ്യത്തെ പോയിൻ്റ്, എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും തമ്മിലുള്ള വ്യത്യാസവും അതിൻ്റെ പ്രത്യേകതയുമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. ഞാനവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, 3 ടേബിൾ കണ്ടോ. അതിൽ ഒന്നിൽ മോളിക്യൂൾ എന്ന് പറയുന്ന ഒരു ടേബിളുണ്ട്, മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞിട്ടൊരു ടേബിളുണ്ട്, എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്ന ഒരു ഫോർമുലയുമുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്താൽ, മോളിക്യൂളാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഫോർമുല നമ്മൾ 10th പഠിച്ചതാണ്. C6H12O6 എന്ന് പറയുന്നതാണ് മോളിക്കുലാർ ഫോർമുല. എന്നാൽ അതിൻ്റെ എംപിരിക്കൽ ഫോർമുല നോക്കൂ, കണ്ടില്ലേ? ഒന്നും കൂടെ അത് ചെറുതാക്കി അല്ലേ, മൊത്തം ആ സംഖ്യയെ C6H12O6 എന്നുള്ളതിനെ ആ നമ്പറിനെ 6 കൊണ്ട് ഹരിച്ചപ്പോൾ C1H2O1 എന്ന് പറയുന്ന ഏറ്റവും ചെറിയ ഒരു ഫോർമുല കിട്ടി. ഇങ്ങനെ ഒരു സംയുക്തത്തിലെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ ഏറ്റവും ചെറിയ അനുപാതത്തെ എംപിരിക്കൽ ഫോർമുല എന്നും, ഒരു സംയുക്തത്തിലെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ കൃത്യമായ എണ്ണത്തെ മോളിക്കുലാർ ഫോർമുല എന്നും പറയും. വ്യത്യാസം മനസ്സിലായില്ലേ? എംപിരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു സംയുക്തത്തിലെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ ഏറ്റവും ചെറിയ അനുപാതം. മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു സംയുക്തത്തിലെ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ കൃത്യ എണ്ണത്തിൻ്റെ അനുപാതം. ഓക്കെ, ഇംഗ്ലീഷ് പറയാം. ദി സിംപ്ലസ്റ്റ് ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് and it gives the simplest ratio of the number of atoms of each element present in one molecule of the compound. That is empirical formula. Then molecular formula is the true formula that represent actual number of atoms of various element present in a molecule of the compound. Okay? അപ്പോൾ എംപിരിക്കൽ ഫോർമുലയ്ക്ക് നമ്മൾ EF എന്നും മോളിക്കുലാർ ഫോർമുലയ്ക്ക് MF എന്നും കൊടുത്തു കഴിഞ്ഞാൽ, മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള റിലേഷനാണ് അവിടെ കൊടുത്തത്. MF = EF × N. ആ Nന് 1 വരാം, 2 വരാം, 3 വരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ പോയിൻ്റ്? ശരിയല്ലേ? ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ കേസിൽ ആ N എത്രയാണ് നോക്കൂ. ഗ്ലൂക്കോസിൻ്റെ കേസിൽ N 6 ആണ്. ഓക്കെ, എന്നാൽ ഈഥേനിൻ്റെ കേസിലോ N 2 ആണ്. റെഡി അല്ലേ? വാട്ടറിൻ്റെ കേസിൽ ഈ N എത്ര? 1 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കേസിലോ ആ ടേബിളിൽ നോക്കിയാൽ മതി, N 1 ആണ്. ക്ലിയർ അല്ലേ? വളരെ പ്രധാനമാണ്. ഒന്നുകിൽ എംപിരിക്കൽ ഫോർമുല അല്ലെങ്കിൽ മോളിക്കുലർ ഫോർമുല എന്താണെന്ന് ചോദിക്കും. അത് കാണാനുള്ള ഒരു പ്രോബ്ലം ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അതുപോലെ തന്നെ EF തന്ന് മോളിക്കുലർ ഫോർമുല കാണാൻ ചോദിക്കാം. അപ്പോൾ അതിനൊക്കെയുള്ള 3 പോയിൻറ്റ്സും
ഈ പറയുന്ന ആ സ്ക്രീനിൽ കാണിച്ച ടേബിളിലുണ്ട്. ക്ലിയർ ആയില്ലേ? നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അടുത്ത പോയിന്റ്, നമ്മളിപ്പോൾ പറഞ്ഞ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും അവ തമ്മിലുള്ള റിലേഷനും ബന്ധപ്പെട്ടുകൊണ്ട് 2016 സെപ്റ്റംബറിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നോക്കൂ, എംപിരിക്കൽ ഫോർമുല റെപ്രസെൻറ്റ് ദി സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് വേരിയസ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. ഓക്കെ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനാണ് ഗിവ് ദി റിലേഷൻ ബിറ്റ്വീൻ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസർ നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. മോളിക്കുലർ ഫോർമുല ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു എൻ. റെഡി അല്ലേ? അടുത്തത് ബി ക്വസ്റ്റ്യൻ അതിൽ ബി നോക്കുക. ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഹാസ് ദി ഫോളോയിങ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ. റെഡി? കാർബണിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നിട്ടുണ്ട് 12.36. ഹൈഡ്രജൻ്റെ കോമ്പോസിഷൻ തന്നിട്ടുണ്ട് 2.13%. ബ്രോമിൻ 85%. റെഡി? ഇറ്റ്സ് വേപ്പർ ഡെൻസിറ്റി ഈസ് 94. ഫൈൻഡ് ഇറ്റ്സ് മോളിക്കുലർ ഫോർമുല. അപ്പോൾ ഞാൻ പറഞ്ഞു മോളിക്കുലർ ഫോർമുല കാണാനുള്ള പ്രോബ്ലം വരാറുണ്ട് എന്ന് പറഞ്ഞല്ലോ. ആ ഒരു ക്വസ്റ്റ്യനാണ്. നമുക്കതിലേക്ക് വരാം. ആദ്യം ചെയ്യേണ്ടത് ഇതാ ടേബിള് 1 2 3 4 5 6 കോളമുള്ള ഒരു ടേബിൾ വരച്ചു. അതിൽ ഒന്നാമത്തെ കോളത്തിലെ എലമെൻ്റാണ്, മൂലകമാണ്. തന്നിരിക്കുന്ന എലമെൻ്റ് ഇത് കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ബ്രോമിൻ ഉണ്ട്. 3 മൂലകങ്ങളാണുള്ളത്. അതിൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ തന്നിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ കോളത്തിൽ എഴുതുന്നുണ്ട്. ഇതേ രൂപത്തിൽ നിന്ന് എഴുതുന്നത് വളരെ നന്നാവും. അറ്റോമിക് മാസ്, ക്വസ്റ്റ്യനിൽ അറ്റോമിക് മാസ് തന്നിട്ടില്ലെങ്കിലും നമുക്ക് അറിയുന്നതാണ്. കാർബണിൻ്റെ മാസ് 12 ആണ്, ഹൈഡ്രജൻ്റെ മാസ് 1 ബ്രോമിൻ്റെ മാസ് 80. ഓക്കെ, ഇനി പെർസെൻറ്റേജ് കോമ്പോസിഷനെ അറ്റോമിക് മാസ് കൊണ്ട് ഹരിച്ചാൽ മോള് കിട്ടും. മോൾ ഇതാ നമ്പർ ഓഫ് മോൾ കിട്ടും. വേണമെങ്കിൽ ആ നാലാമത്തെ കോളത്തിൽ നമ്പർ ഓഫ് മോൾ എന്ന് വേണമെങ്കിൽ എഴുതിയാലും മതി. നമ്പർ ഓഫ് മോൾ എന്ന് എഴുതിയാലും മതി. നന്നായി ശ്രദ്ധിക്കണം, നന്നായി പഠിക്കണം. ഇതേപോലത്തെ പ്രോബ്ലങ്ങൾ ടെക്സ്റ്റ് ബുക്കിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ പാഠം പഠിച്ച സമയത്ത് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നോക്കുക. അപ്പോൾ പെർസെൻറ്റേജിനെ അറ്റോമിക് മാസ് കൊണ്ട് ഹരിക്കുമ്പോൾ മോള് കിട്ടും. ആ 12.36/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.03, മറ്റേത് 2.13, മറ്റേത് 1.06 ഒക്കെ കിട്ടി അല്ലേ? ഇനി സിമ്പിൾ റേഷ്യോ കിട്ടണം. സിമ്പിൾ റേഷ്യോ കിട്ടാൻ ഇത്രയും ചെയ്താൽ മതി. ഇതിലെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണെന്ന് നോക്കുക. ഏതാ ഏറ്റവും ചെറിയ വാല്യൂ? 1.03. ആ 1.03 എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് ഈ 3 വാല്യൂവിനെയും ഹരിക്കുക. അപ്പോൾ എന്ത് കിട്ടി? 1.03/1.03 1, 2.13/1.03 2, 1.06 അല്ലേ മൂന്നാമത്തെ ഇതിലുള്ളത് 1.06, അതിനെ 1.03 കൊണ്ട് ഹരിച്ചു. അപ്പോൾ സിമ്പിൾ റേഷ്യോ കിട്ടാൻ മോളിലെ ഏറ്റവും ചെറിയ വാല്യൂ എടുത്തിട്ട് എല്ലാവരെയും അങ്ങോട്ട് ഹരിക്കുക. ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ഇതാ. ആദ്യത്തിന് 1 കിട്ടി, രണ്ടാമത്തേന് 2 കിട്ടി, മൂന്നാമത്തേന് 1 കിട്ടി. ആ വാല്യൂ ആണ് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. വേറെ ഏതെങ്കിലും പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന് ഈ ഹോൾ നമ്പർ അല്ല കിട്ടിയതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ 1, ഇവിടെ 1.5 എന്നാണ് കിട്ടുന്നതെന്ന് കരുതുക. 2 പകരം 1.5 എന്നാണ് കരുതുക. അങ്ങനെ ആകുമ്പോൾ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് ഹോൾ നമ്പർ ആക്കി മാറ്റണം. ഇവിടെ നമുക്ക് ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് ഹോൾ നമ്പർ ആക്കേണ്ട ആവശ്യമില്ല. സിമ്പിൾ റേഷ്യോ തന്നെ ഹോൾ നമ്പറാണ്. ആ ഹോൾ നമ്പർ അതേപോലെ ഇങ്ങോട്ട് എഴുതി 1 2 1 എഴുതി. കാർബൺ എത്രയാണ്? 1. ഹൈഡ്രജൻ എത്ര? 2. ബ്രോമിൻ എത്ര? 1. അപ്പോൾ എന്തായി ഫോർമുല? എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH2Br. ഓക്കെ അല്ലേ? ഇനി എംപിരിക്കൽ ഫോർമുല മാസ് കാണണം. എംപിരിക്കൽ ഫോർമുല മാസ് കാണാൻ വളരെ എളുപ്പമാണ്. എംപിരിക്കൽ ഫോർമുലയിലെ എലമെൻ്റ് എടുക്കുക. അതായത് 1 കാർബണാണ്. കാർബണിൻ്റെ മാസ് 12. ഹൈഡ്രജൻ 2 ഉണ്ട്. ഒരാളെ മാസ് 1. അപ്പോൾ 2 ഉണ്ടാകുമ്പോൾ 2. ബ്രോമിൻ 1 ഉണ്ട്. അയാൾ അറ്റോമിക് മാസ് 80, അതും കൂട്ടി. അപ്പോൾ ഈ 3 എലമെൻറ്റിൻ്റെയും അറ്റോമിക് മാസുകൾ തമ്മിൽ കൂട്ടിയപ്പോൾ 94 എന്ന് കിട്ടി. അതാണ് എംപിരിക്കൽ ഫോർമുലയിലെ ആറ്റങ്ങളുടെ മാസുകൾ കൂട്ടിയപ്പോൾ കിട്ടിയ വാല്യൂ ആണ് എംപിരിക്കൽ ഫോർമുല മാസ്. ഓക്കെ, ഇനി മോളാർ മാസ് കിട്ടണം. മോളാർ മാസ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ നേരത്തെ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറയാം. മോളാർ മാസ് കാണാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. 2 × വേപ്പർ ഡെൻസിറ്റി. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ വേപ്പർ ഡെൻസിറ്റി എന്ന് പറയുന്ന വാല്യൂ തന്നത് 94. നന്നായി ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിലേക്ക് നോക്കുക, സ്ക്രീനിലേക്ക് നോക്കുക. 94 ആണ്.
അപ്പോൾ 94നെ 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യയാണ് മോളാർ മാസ്. അപ്പോൾ 188 എന്ന് കിട്ടി. കണ്ടല്ലോ. ഇനി നമുക്ക് n കാണണം. എങ്ങനെ n കാണുക? n കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും തമ്മിലുള്ള റിലേഷൻ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതിൽ n കാണാൻ വേണ്ടിയിട്ട് n ഈക്വൽ ടു മോളിക്കുലാർ ഫോർമുല ബൈ എംപിരിക്കൽ ഫോർമുല. അത് ചെയ്തപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ആ 2ന് എന്ത് ചെയ്യുക? നേരത്തെ കിട്ടിയ എംപിരിക്കൽ ഫോർമുലയെ കൊണ്ട് ഗുണിക്കുക. ഗുണിക്കുമ്പോൾ CH2Br ഇൻറ്റു n ആണ്. n എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ കൊടുത്തപ്പോൾ C2H4Br2 എന്നായി. ഓക്കെ അല്ലേ? അപ്പം മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാൻ പഠിച്ചു. അടുത്ത അതിലൊരു ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. വാട്ട് ഈസ് മോൾ ഫ്രാക്ഷൻ? മോൾ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പെർട്ടിക്കുലർ കോമ്പണൻറ്റ് ടു ദി ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂഷൻ എന്നാണ്. അതായത് ഏതൊരു കോമ്പണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ ആണോ കാണുന്നത്, അയാളുടെ നമ്പർ ഓഫ് മോൾസിനെ ആകെ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് മോൾ ഫ്രാക്ഷൻ. അതുകൂടെ പഠിച്ചു വെക്കുക. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കണ്ട 3 പ്രധാനപ്പെട്ട പോയിൻറ്റ്സും, അതായത് ആ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും പ്രത്യേകം പഠിച്ചു വെക്കണം. അതേപോലത്തെ ക്വസ്റ്റ്യൻ ഇനിയും ആവർത്തിക്കപ്പെടും. മോളിക്കുലാർ ഫോർമുല കാണാനുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിൻ്റെ ടേബിൾ എങ്ങനെയാണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കുക. വേറൊരു പ്രോബ്ലം നിങ്ങൾ സ്വന്തമായി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കെന്നോ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ ചെയ്തതോ എടുത്തു നോക്കിയൊന്ന് ചെയ്ത് പരിശീലിക്കുക. വളരെ പ്രധാനമാണ്. 3 മാർക്കിന് പൊതുവേ വരുന്നതാണ്. ഈ ക്വസ്റ്റ്യനിൽ 2 മാർക്കിനാണ് ചോദിച്ചതെന്ന് മാത്രം. ഓക്കെ. മറ്റൊരു പോയിൻ്റ് നോക്കൂ. 2018 ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ കാണാം, സ്ക്രീനിലേക്ക് നോക്കുക. ഫൈൻഡ് ദി മോളിക്കുലാർ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് വിത്ത് മോളാർ മാസ് 78 ആൻഡ് എംപിരിക്കൽ ഫോർമുല CH. ആ എംപിരിക്കൽ ഫോർമുല അവിടെ തന്നിട്ടുണ്ട്, മോളാർ മാസും തന്നിട്ടുണ്ട്. റെഡി അല്ലേ? അപ്പോൾ എംപിരിക്കൽ ഫോർമുല മാസ് എന്തായിരിക്കും? എംപിരിക്കൽ ഫോർമുല മാസ് കാണാൻ എംപിരിക്കൽ ഫോർമുല എന്താണെന്ന് അവിടെ തന്നിട്ടുണ്ട്. CH ആണ്. സീൻ്റെ മാസ് 12, ഹൈഡ്രജൻ്റെ മാസ് 1. അപ്പോൾ 12 + 1 ദാറ്റ് ഈസ് 13. അതുകൊണ്ട് നമുക്കറിയുന്നൊരു കാര്യമാണ് മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു n ആണ്. ദെയർഫോർ n സമം മോളാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. മോളാർ മാസ് 78 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എംപിരിക്കൽ ഫോർമുല മാസ് നമ്മളിപ്പോൾ അവിടെ കണ്ടെത്തി 13 ആണ്. അപ്പോൾ 78/13 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. Therefore, molecular formula equal to empirical formula into n സമം empirical formula CH ആണ്. CH into n നമുക്ക് കിട്ടി 6. That is equal to C6H6. ഇതാരാന്നറിയോ? ബെൻസീനാണത് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അത് അറിയാമെന്നുള്ള നിർബന്ധമൊന്നുമല്ല. എങ്കിലും നമ്മൾ കണ്ടപ്പോൾ C6H6 എന്ന് പറഞ്ഞാൽ ബെൻസീൻ്റെ ഫോർമുലയാണെന്ന് അതിൻ്റെ കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതും കൂടെ നല്ലതാണ്. ഓക്കെ. ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഇനി പറയാൻ പോകുന്നത്. മൊളാരിറ്റിയും മൊളാലിറ്റിയും. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷനാണ്. അതായത് 1 ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ നമ്പർ ഓഫ് മോളുകളെയാണ് മൊളാരിറ്റി എന്ന് പറയാം. എന്നാൽ മൊളാലിറ്റി എന്ന് പറഞ്ഞാലോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് ഇൻ 1 കിലോഗ്രാം ഓഫ് സോൾവൻ്റ് ആണ്. അതായത് 1 കിലോഗ്രാം ലായകത്തിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ടിൻ്റെ, അതായത് ലീനത്തിൻ്റെ നമ്പർ ഓഫ് മോളിനെ പറയുന്ന പേരാണ് മൊളാലിറ്റി. അപ്പോൾ ആ ഇക്വേഷനെങ്കിലും പഠിച്ചു വെക്കുക. ഈ പറഞ്ഞ പോയിൻ്റ് ഒന്ന് ഓർത്തി വെക്കുക. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാലുള്ള സൗകര്യം എന്താ നോക്ക്. മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ WB × 1000 MB × V. V എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് സൊല്യൂഷൻ. WB എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഓഫ് സൊല്യൂട്ട്. MB എന്ന് പറഞ്ഞാൽ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്.
ഇതറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലത്തിന് ഇതേപോലത്തെ ഒരു പ്രോബ്ലം വന്നാൽ അത് ചെയ്യാൻ പറ്റിയൊരു ഇക്വേഷനും കൂടിയാണ്. ആ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന് മൊളാരിറ്റിയുടെ എന്താണ് മൊളാരിറ്റി എന്ന് ചോദിച്ചാൽ ഉത്തരവായി, അതോടൊപ്പം ഒരു പ്രോബ്ലം വന്നാൽ ആ പ്രോബ്ലം ചെയ്യാൻ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി മൊളാരിറ്റിയും മൊളാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൊളാരിറ്റി ഒരു ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസാണ്. മൊളാലിറ്റിയോ ഒരു കിലോഗ്രാം സോൾവെൻറ്റിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടാണ്. മറ്റൊരു പ്രധാന വ്യത്യാസം മൊളാരിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്നുകൂടെ ഓർക്കുക, മൊളാരിറ്റി ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് ആണ്. ഊഷ്മാവ് മാറുമ്പോൾ മൊളാരിറ്റി മാറും. എന്നാൽ മൊളാലിറ്റി ടെമ്പറേച്ചറിനെ, ഊഷ്മാവിനെ ആശ്രയിക്കില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, ഓർത്തിരിക്കുക. അടുത്ത പോയിൻ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലിമിറ്റിംഗ് റിയാക്റ്റൻ്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. ആ പേരിൽ തന്നെ ഉണ്ട് ലിമിറ്റിംഗ്. എന്തിനെയാണ് ലിമിറ്റ് ചെയ്യണത് എന്ന് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ കഴിയും. അപ്പോൾ ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുന്നേ ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു രാസപ്രവർത്തനത്തിൽ പ്രവർത്തിച്ച് തീർന്ന അഭികാരകത്തെ പറയുന്ന പേരാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ആ അഭികാരകം പ്രവർത്തിച്ച് തീർന്നാൽ രാസപ്രവർത്തനം നിൽക്കും. ക്ലിയർ? അതുകൊണ്ടാണ് ലിമിറ്റിംഗ് എന്ന് പറയാനുള്ള കാരണം. രാസപ്രവർത്തനം അയാളുടെ ആ പദാർത്ഥത്തിൻ്റെ അളവ് തീരുമ്പോൾ, അത് പ്രവർത്തിച്ച് തീരുമ്പോൾ രാസപ്രവർത്തനം നിൽക്കുന്നു. അവ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ചെയ്യുന്നു. ആ രാസപ്രവർത്തനത്തെ ലിമിറ്റ് ചെയ്യുന്നതിൽ മുഖ്യ പങ്ക് ലിമിറ്റിംഗ് റിയേജൻറ്റിന് ഉള്ളതുകൊണ്ട് ആ രാസപ്രവർത്തനത്തിൽ പ്രവർത്തിച്ച് തീർന്ന അഭികാരകത്തെ നമ്മൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ഒരു ഉദാഹരണം പറഞ്ഞാൽ അവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. 2H2 + O2 gives 2H2O. 2 H2O മോൾസ് ഉണ്ടാവാൻ 2 മോൾ ഹൈഡ്രജനും 1 മോൾ ഓക്സിജനാണ് വേണ്ടത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മളിങ്ങനെ എടുക്കുകയാണ്, 2 മോൾ ഹൈഡ്രജനും 2 മോൾ ഓക്സിജനുമാണ് എടുത്തതെങ്കിൽ ഒരു കാര്യം ഉറപ്പായി, ഓക്സിജൻ്റെ അളവ് കൂടുതലാണ്. ശരിക്കും 1 മോൾ ഓക്സിജൻ മതി. പക്ഷേ 2 മോൾ ഓക്സിജനും 2 മോൾ ഹൈഡ്രജനും എടുത്താൽ ഓക്സിജൻ്റെ അളവ് കൂടുകയും ഹൈഡ്രജൻ പൂർണ്ണമായി പ്രവർത്തിച്ച് തീരുകയും ചെയ്യും. അതുകൊണ്ട് 2 മോൾ ഹൈഡ്രജനും 2 മോൾ ഓക്സിജനും എടുത്താൽ ഹൈഡ്രജൻ പ്രവർത്തിച്ച് തീരുന്നത് കൊണ്ട് ഹൈഡ്രജൻ എന്ന് പറയുന്ന ആൾ ലിമിറ്റിംഗ് റിയേജൻ്റാണ്. ഓക്കെ, 2019 ചോദിച്ചൊരു ചോദ്യമാണ്. നോക്കുക, സ്ക്രീനിലേക്ക് നോക്കുക. കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് SO3 പ്രൊഡ്യൂസ്ഡ് ഇഫ് 500 gram ഓഫ് SO2 റിയാക്ട് വിത്ത് 200 gram ഓഫ് ഓക്സിജൻ. ഐഡൻറ്റിഫൈ ലിമിറ്റിംഗ് റിയേജൻറ്റ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം ആ ഇക്വേഷൻ എഴുതും. 2SO2 + O2 gives 2SO3. SO2ൻ്റെ മാസ് എടുക്കുക. സൾഫറിൻ്റെ 32 ഓക്സിജൻ ഒരാൾക്ക് 16. അപ്പോൾ 2 പേരുണ്ട് O2, അത് 32ആയി. 32ഉം സൾഫറിൻ്റെ 32ഉം 64ആയി. 2SO2 ഉള്ളതുകൊണ്ട് 64 × 2 128ആയി. ഓക്കെ, അപ്പോൾ 2SO2 എന്നുള്ളതിൻ്റെ മാസ്, അറ്റോമിക് മാസ്, അതിൻ്റെ മൊത്തം മാസ് എടുത്താൽ 128 എന്നാവും. പ്ലസ് O2ൻ്റെ മാസ് 32, കാരണം ഒരാളത് 16, രണ്ടെണ്ണത്തിന് 32. ഓക്കെ അല്ലേ? അപ്പം 128 + 32 = 160. ക്ലിയർ അല്ലേ? അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ചോദ്യം ചോദിക്കണം എന്താണെന്നറിയാം നിങ്ങൾക്ക്. അതിൽ ചോദിക്കുന്നത് ഇതിൽ ലിമിറ്റിംഗ് റിയേജൻ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തെന്നറിയോ? 128 gram SO2 റിക്വയർ 32 gram ഓക്സിജൻ. റെഡി അല്ലേ? ആ ഇക്വേഷൻ ശ്രദ്ധിക്കാം. 128 gram SO2വിന് പ്രവർത്തിക്കാൻ 32 gram ഓക്സിജൻ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു SO2 500 gram ഉണ്ട്. അപ്പോൾ 500 gram SO2 ആയിട്ട് പ്രവർത്തിക്കാൻ എത്ര ഓക്സിജൻ വേണം?
അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ എഴുതുന്നുണ്ടോ? 500 ആണെങ്കിൽ 32 × 500/128 ചെയ്ത് മനസ്സിലായില്ലേ? 128-ന് 32 വേണം. അപ്പോൾ 1 ഗ്രാമിന് 32/128. അപ്പോൾ 500 ഗ്രാമിന് 32 × 500/128. ദാറ്റ് ഈസ് ഈക്വൽ ടു 125 ഗ്രാം ഓക്സിജൻ. അപ്പോൾ 500 ഗ്രാം SO2-ന് പ്രവർത്തിക്കാൻ 125 ഗ്രാം ഓക്സിജൻ മതി. പക്ഷേ ക്വസ്റ്റ്യനിൽ എത്ര തന്നിന്? 200 ഗ്രാം ഓക്സിജൻ ഉണ്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഓക്സിജൻ വേണ്ടത് 125 പക്ഷേ നമുക്ക് 200 ഉണ്ട്. അതായത് ഓക്സിജൻ്റെ അളവ് വേണ്ടതിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഓക്സിജൻ എക്സസ് ആണ്. ഓക്സിജൻ എക്സസ് ആകുമ്പോൾ ആര് പ്രവർത്തിച്ചു തീരും? സൾഫർ ഡയോക്സൈഡ് പ്രവർത്തിച്ചു തീരും. ദെയർഫോർ സൾഫർ ഡയോക്സൈഡ് ഈസ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, ശ്രദ്ധിക്കണം. 2019 മാർച്ചിൽ വന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ നിങ്ങളെ സ്ക്രീനിൽ കാണുന്നത്. നോക്കൂ, എ റിയാക്ഷൻ മിക്സ്ചർ ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് NH3 ഗ്യാസ് കണ്ടെയ്ൻ 250 ഗ്രാം നൈട്രജൻ ആൻഡ് 50 ഗ്രാം ഹൈഡ്രജൻ ഗ്യാസ് അണ്ടർ സൂട്ടബിൾ കണ്ടീഷൻ. അപ്പോൾ 250 ഗ്രാം നൈട്രജനുണ്ട്, 50 ഗ്രാം ഹൈഡ്രജനും ഉണ്ട്. ഐഡൻറ്റിഫൈ ലിമിറ്റിംഗ് റിയാക്റ്റൻറ്റ് ഇഫ് എനി ആൻഡ് കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് NH3 ഗ്യാസ് പ്രൊഡ്യൂസ്ഡ്. അപ്പം ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കും വേണം, എന്നിട്ട് അമോണിയ എത്രയാണ് ഉണ്ടായത് എന്ന് കണ്ടുപിടിക്കും വേണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണിത്. വളരെ പ്രധാനമാണെന്ന് മനസ്സിലായി. 2016 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു, ഇപ്പോൾ 2019 ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്നിടവിട്ട വർഷങ്ങളിൽ ഈ ചോദ്യം ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം വരാറുണ്ട്. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക. ആദ്യം ചെയ്യേണ്ടത് ആ ഇക്വേഷൻ എഴുതുക. നൈട്രജനും ഹൈഡ്രജനും പ്രവർത്തിച്ച അമോണിയ ഉണ്ടാകുന്ന റിയാക്ഷൻ എഴുതണം. ഹേബർ പ്രോസസ്സാണതെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇക്വേഷൻ എഴുതിയിട്ട് നോക്കൂ, നൈട്രജൻ്റെ മാസ് അവിടെ എഴുതിന് 28. കാരണം ഒരു നൈട്രജന് 14, N2 പറയുമ്പോൾ 2 ഉണ്ട്, അപ്പോൾ 28. ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ്റെ മാസ് 1, അപ്പോൾ 2, H2-ന് 2 ഗ്രാം. 3H2 എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രയായി? 6 അതാണ് 6 ഗ്രാം എന്ന് എഴുതിയത്. ക്ലിയർ അല്ലേ? അപ്പോൾ 28 + 6 = 34 ഗ്രാം. അതാണ് ഗിവ്സ് NH3 എന്നുള്ളിടത്ത് 34 എന്ന് വന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 28 ഗ്രാം നൈട്രജന് 6 ഗ്രാം ഹൈഡ്രജൻ വേണം. അപ്പോൾ ചോദ്യത്തിൽ എത്രയുള്ളത്? 250 ഗ്രാം നൈട്രജൻ എന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ 250 ഗ്രാം നൈട്രജൻ എത്ര വേണ്ടി വരും? ഇതവിടെ ഇതിന് 6 × 250/28. നേരത്തെ ചെയ്ത അതേപോലെയുള്ള സ്റ്റെപ്പ്. അപ്പോൾ 53.57 ഗ്രാം ഹൈഡ്രജൻ. പക്ഷേ എത്ര ഇവിടെ തന്നത്? വേണ്ടത് 53.57 ഗ്രാമാണ്, പക്ഷേ ഉള്ളത് 50 അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, വേണ്ടത് 53 ഉള്ളത് 50 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം വേണ്ടത്ര ഇല്ല, ഹൈഡ്രജൻ ആവശ്യമായ അത്ര ഇല്ല. അപ്പോൾ ഹൈഡ്രജൻ കുറവാണ്. ഹൈഡ്രജൻ കുറവായതുകൊണ്ട് ഹൈഡ്രജൻ ഈസ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഓക്കെ, ഹൈഡ്രജൻ ഈസ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. മനസ്സിലായില്ലേ? വളരെ പ്രധാനമാണ്, ശ്രദ്ധിക്കണം. മറ്റൊരു പ്രധാന കാര്യം, ഇനി അമോണിയയുടെ അളവ് കണ്ടുപിടിക്കണം. അമോണിയ എത്രയുണ്ടാകുന്നു എന്നറിയണമെങ്കിൽ ലിമിറ്റിംഗ് റിയേജൻ്റാണ് അത് തീരുമാനിക്കുക. കാരണം ലിമിറ്റിംഗ് റിയേജൻ്റാണ് പ്രോഡക്റ്റിൻ്റെ അളവ് തീരുമാനിക്കുക. അതുകൊണ്ട് ഹൈഡ്രജൻ്റെ അളവ് വെച്ച് നമ്മൾ പറയാൻ പോവാണ്. 6 ഗ്രാം ഹൈഡ്രജന് എത്ര അമോണിയ തരും? 34 ഗ്രാം അമോണിയ തരും. പ്രശ്നമുണ്ടോ? ഇല്ല. 6 ഗ്രാം ഹൈഡ്രജന് 28 ഗ്രാം നൈട്രജൻ വേണം അല്ലേ? ആ സ്റ്റെപ്പിലുണ്ട്. അങ്ങനെയാണെങ്കിൽ 50 ഗ്രാം ഹൈഡ്രജൻ എത്ര വേണ്ടി വരും? നോക്ക്, 6 ഗ്രാം ഹൈഡ്രജന് 28 ഗ്രാം നൈട്രജൻ വേണം. അപ്പോൾ 50 ഗ്രാം ഹൈഡ്രജന് എത്ര വേണ്ടി വരും? 28 × 50/6 233.33. ക്ലിയർ? ഹൈഡ്രജൻ ലിമിറ്റിംഗ് റിയേജൻ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടളവും കൂടെ കൂട്ടിയാൽ മതി. നൈട്രജൻ്റെ അളവ് അവിടെ കിട്ടിയിട്ട് 233.33 ഹൈഡ്രജൻ്റെ അളവ് 50. 50 + 233.33 283.33 ഗ്രാം. ഓക്കെ, അപ്പോൾ അമോണിയൻ്റെ അളവ് നമ്മൾ കണ്ടുപിടിച്ചു.
ക്ലിയർ ആണല്ലോ? ഈ ചാപ്റ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് മോൾ കൺസെപ്റ്റാണ്. 1 മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്കറിയാലോ? അവോഗാഡ്രോ നമ്പറാണ്. അവോഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാലോ, 6.022 ഇൻറ്റു 10⁻23 ആണ്. ഓക്കെ, അത് സ്ക്രീനിലേക്ക് നോക്കുക. ഇങ്ങനെയുള്ള ഈ 1 മോളിനെ അതിൻ്റെ വാല്യൂ 6.022 ഇൻറ്റു 10⁻23 ആണ് നമുക്കറിയാം. ഇനി ഈ മോളുകളുടെ എണ്ണം എങ്ങനെ കാണുക? അത് കാണാനുള്ള ഇക്വേഷനാണ്. സ്ക്രീനിലേക്ക് നോക്കുക. നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷനാണ് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അതായത് തന്നിരിക്കുന്ന മാസിനെ ആ പദാർത്ഥത്തിൻ്റെ മോളാർ മാസ് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് നമ്പർ ഓഫ് മോള് കാണാവുന്നതാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമ്പർ ഓഫ് മോൾ എത്ര? നിങ്ങൾ എഴുതി നോക്കൂ, നോട്ട് ബുക്കിൽ എഴുതി നോക്കൂ. 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമ്പർ ഓഫ് മോൾ കാണുക. അപ്പോൾ ഗിവൺ മാസ് 22 ആണ്. അപ്പോൾ 22 ഹരിക്കണം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ് നിങ്ങൾക്കറിയാം 44 ആണ്. അപ്പോൾ 22/44 സമം 0.5, അര മോളാണ്. അപ്പോൾ മോള് കാണാൻ പഠിച്ചില്ലേ? ഇത് ബേസ് ചെയ്തുകൊണ്ടൊരു ചോദ്യം വന്ന് നോക്കൂ. ആ സ്ക്രീനിൽ കാണുന്ന ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് കണ്ടെയ്ൻ ദി മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾ. അപ്പോൾ ഒന്നാമത്തെ കേസിൽ 1 ഗ്രാം നൈട്രജൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഗിവൺ മാസ് 1 ഗ്രാമാണ്. അയാളുടെ മോളാർ മാസ് 28 ആണ്. 1/28. എ. ബിയോ 1/44. സിയോ 1/2. ഡിയോ 1/17. ശരിക്കും നോക്കണം, നിങ്ങൾ ചെയ്തു നോക്കണം. അപ്പോൾ ഇതിൽ ഏറ്റവും മാക്സിമം നമ്പർ ഉള്ളത് ഏതാണെന്നാണ് ചോദ്യം. മാക്സിമം ഉള്ളത് ഏതാ? എങ്ങനെ അറിയാം? 1/28 ആണോ? 1/44 ആണോ? 1/2 ആണോ? 1/17 ആണോ? എങ്ങനെ നോക്കുക? ഛേദത്തിൻ്റെ സംഖ്യ ഏറ്റവും കുറവുള്ളത് ഏതാ നോക്കുക, അതായിരിക്കും മാക്സിമം വാല്യൂ വരിക. ദെയർഫോർ ആൻസർ ഈസ് സി. ഇനി നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. മറ്റൊരു ചോദ്യം നോക്കൂ. 2008 ഫെബ്രുവരിയിൽ ചോദിച്ച ചോദ്യമാണ്. അതിൽ എ, ഫൈൻഡ് ദി നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് ഇൻ 4 ഗ്രാം ഓക്സിജൻ. അപ്പോൾ ഗിവൺ മാസ് 4 ആണ്. 4 അയാളെ മോളാർ മാസ് അവിടെ ഉണ്ട് 32. ഓക്സിജൻ അല്ലേ, ഒരു ഓക്സിജന് 16, 2 ഉണ്ട്, അപ്പോൾ 32. അപ്പോൾ 4/32. 4/32 പറഞ്ഞാൽ അറിയാലോ. അപ്പോൾ 4/32 മോളായിരിക്കും. ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 ആണ്. അപ്പോൾ 4/32 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ചെയ്താൽ കിട്ടുന്ന ഉത്തരമാണ് ഓക്സിജൻ്റെ മോളിക്യൂളിൻ്റെ എണ്ണം. പക്ഷേ ചോദിച്ചത് നമ്പർ ഓഫ് ആറ്റമാണ്. ഓക്സിജനിൽ ഒരു ഓക്സിജൻ മോളിക്യൂളിൽ 2 ആറ്റം ഉണ്ട്. അപ്പോൾ ആ കിട്ടിയ ഉത്തരത്തെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അതാണ് അവിടെ എഴുതിയത്. ഓക്കെ അല്ലേ? ശരി. അടുത്ത ചോദ്യം നോക്കൂ. ഡിറ്റർമിൻ ദി നമ്പർ ഓഫ് മോൾസ് പ്രസൻറ്റ് ഇൻ 0.55 മില്ലിഗ്രാം ഓഫ് ഇലക്ട്രോൺ. അതിൻ്റെ ഉത്തരത്തേക്ക് നോക്കുക. അതിൻ്റെ കറക്റ്റ് ഉത്തരം 1 മോൾ എന്നാണ്. എങ്ങനെ അത് കിട്ടിയത് എന്നത് അവിടെ ബ്രാക്കറ്റ് കൊടുത്തത്. മാസ് ഓഫ് 1 ഇലക്ട്രോൺ 9.1 ഇൻറ്റു 10⁻⁻28 ഗ്രാമാണ്. അത് മില്ലിഗ്രാമക്ക് മാറ്റുകയാണെങ്കിൽ 9.1 ഇൻറ്റു 10⁻⁻25 മില്ലിഗ്രാം ആവും. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോണോ? ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 ഇൻറ്റു 10⁻23 അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഗുണിച്ചാൽ മതി. 9.1 ഇൻറ്റു 10⁻25 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 മില്ലിഗ്രാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.55 മില്ലിഗ്രാം. അപ്പോൾ ഗിവൺ മാസ് എത്ര? 0.55 മില്ലിഗ്രാം. ഒരു മോൾ ഇലക്ട്രോണിൻ്റെ മാസ് എത്ര? 0.55 മില്ലിഗ്രാം. അപ്പോൾ ഗിവൺ മാസിനെ അയാളുടെ ഇലക്ട്രോണിൻ്റെ മാസ് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരം 1 ആയിരിക്കും. ഓക്കെ, പ്രധാനമാണ്, ശ്രദ്ധിക്കുക. ഈ ക്വസ്റ്റ്യനിലെ ബി നോക്കൂ. ഗിവ് ദി എംപിരിക്കൽ ഫോർമുല ഓഫ് ദി ഫോളോയിങ്. C6H12O6. അത് ചെറുതാക്കി ഇവിടെ. ഇനി നമുക്ക് CH2O എന്നാക്കാം അല്ലേ. ഏറ്റവും ചെറുതാക്കിയാൽ ആ സംഖ്യ ആ നമ്പറിനൊക്കെ 6 കൊണ്ട് ഹരിച്ചു നോക്കൂ. അപ്പോൾ 6/6 1,
12/6 2, 6/6 1. അപ്പോൾ CH2O എന്നായി. അടുത്തത് C6H6 എന്നുള്ളതിനെ ഏറ്റവും ചെറുതാക്കി എന്താവും? CH എന്നാവും. അപ്പോൾ അത് ഉത്തരമായി. അടുത്ത് CH3COOH അതിൻ്റെ എംപിരിക്കൽ ഫോർമുല. അതിൽ കാർബൺ എത്ര ഉണ്ട്? 2 ഉണ്ട്. ഹൈഡ്രജനോ 4 ഉണ്ട്. ഓക്സിജനോ 2 ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്തായി മാറും? CH2O എന്നായി മാറും ചെറുതാക്കിയാൽ. അടുത്ത് C6H6Cl6 എന്നാണ്. അത് ചെറുതാക്കിയാൽ എന്താവും? CHCl എന്നായിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇതിലെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടെ നമുക്കിതിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യാം. അതിൽ two elements carbon and hydrogen combine to form C2H6, C2H4 and C2H2. ഇതിലേത് നിയമമാണ് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ്. ഒരു കാര്യം ഉറപ്പായി, രണ്ട് മൂലകങ്ങൾ കൂടിച്ചേർന്ന് 2 അതിലധികമോ സംയുക്തങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ അടങ്ങിയിരിക്കുന്ന ലോ എന്ന് പറയുന്നത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷനാണ്. അതുകൊണ്ട് സിയുടെ ഉത്തരം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്നാണ്. ഓക്കെ, ചുരുക്കത്തിൽ നമ്മുടെ കെമിസ്ട്രിയിലെ സം ബേസിക് കൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി എന്ന് പറയുന്ന ആദ്യ ചാപ്റ്ററിൽ 14 പോയിൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിലെ ഒന്ന് വളരെ പ്രധാനപ്പെട്ടത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്ന 4 ലോയിലെ ഒരു ലോ ഏതായാലും പരീക്ഷയ്ക്ക് വരും. രണ്ടാമത്തത് നമുക്ക് എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും എന്താണെന്ന് പറയണം, അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് അറിയണം, അവ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണം. മൂന്നാമത്തെ പോയിൻ്റ് മൊളാരിറ്റിയും മൊളാലിറ്റിയും എന്താണെന്ന് അറിയണം, അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് അറിയണം. പിന്നെ ഒരു കാര്യം, നമുക്ക് പ്രധാന കാര്യം ലിമിറ്റിംഗ് റിയേജൻറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, അതുമായി ബന്ധപ്പെട്ട 2 പ്രോബ്ലം നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, പിന്നെ മോൾ കൺസെപ്റ്റ്, മോൾ കാണുന്നത് എങ്ങനെ, ഗിവൺ മാസ് ബൈ മോളാർ മാസാണ്. അത് നോക്കിയിട്ട് മോളുകളുടെ എണ്ണം കണ്ടതിന് ശേഷം ഏറ്റവും കൂടുതൽ എണ്ണം ഉള്ളത് ഏത്, ഏറ്റവും കുറവ് എണ്ണം ഉള്ളത് ഏത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ നമ്മൾ പ്രാപ്തി നേടണം. ഇങ്ങനെ നേടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ മക്കളെ 4 മാർക്ക് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ഉറപ്പിക്കാൻ കഴിയും. അതിന് നിങ്ങൾ സന്നദ്ധമാവുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇത് ഉപകാരപ്പെടുന്ന നമ്മുടെ സെക്കൻഡ് ഇയറിൽ പഠിക്കണ വേറെയും വിദ്യാർത്ഥികളുണ്ടാവും. അവർ കെമിസ്ട്രി ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ രജിസ്റ്റർ ചെയ്ത നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഉപകാരപ്പെടട്ടെ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.